ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 3-ാമത്തെ എപ്പിസോഡാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. ദൈവം ദാസനായി. പത്രോസിന്റെ, യോഹന്നാന്റെ, യാക്കോബിന്റെ കാലുകളെ കഴുകി. എനിക്കും 2 പ്രാവശ്യം മറ്റുള്ള സഹോദരങ്ങളുടെ കാല് കഴുകാനുള്ള ഭാഗ്യം ലഭിച്ചു. ഇനിയും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഞാനൊരു ദാസനാണ്. ആരെങ്കിലും കൊമ്പത്ത് കയറിയിരിക്കുന്നെങ്കിൽ തലയിലോട്ട് ഇറങ്ങിക്കോ. അറിവ് നിമിത്തം ഹൃദയം ഗർവിച്ചു, സൗന്ദര്യ നിമിത്തം ഹൃദയം ഗർവിച്ചു, ധനനിമിത്തം ഹൃദയം ഗർവിക്കും. പെന്തക്കോസ്തുകാർ ധനനിമിത്തം ഹൃദയം ഗർവിച്ചിരിക്കുക. ഈ ഗർവ് കൂടുമ്പോഴാണ് മറ്റുള്ളവരെയൊക്കെ പുച്ഛിച്ചുകൊണ്ടുള്ള വാക്കുകൾ വിളിച്ചു പറയുന്നത്. അവരപ്പനെ വിളിക്കുക, അമ്മയെ വിളിക്കുക, എല്ലാവരെയും വിളിക്കും. കാരണം ഗർവാണ്, പണത്തിൻ്റെ ഗർവാണ്, പണത്തിൻ്റെ അഹങ്കാരമാണത്. ദൃശ്യമില്ലാത്തൊരു വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ കോടികൾ മുടക്കിയാൽ പോലും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് നമ്മളൊക്കെ ഓർത്തോണം. എനിക്കെപ്പോഴും ആ ചിന്തയുണ്ട്. കണ്ണിന് കാണാൻ പറ്റാത്ത ഒരു വൈറസ്, രോഗത്തിൻ്റെ വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ നമ്മുടെ കോടികൾ മുടക്കിയാലും അത് ശരിയാകത്തില്ല. കാരണം ദൈവം സൃഷ്ടിച്ചതല്ലേ. ഈ ശരീരത്തെ ദൈവം സൃഷ്ടിച്ചതാണെന്നേ. മണ്ണുകൊണ്ട് മടഞ്ഞ് മൂക്കിൽ ജീവശ്വാസം ഊതി ദൈവത്തിൻ്റെ ജീവനാണ് ഇതിലുള്ളത്. ആ ദൈവത്തിന് മാത്രമേ സൗഖ്യമാക്കാൻ കഴിയത്തുള്ളൂ. എത്രയോ ലക്ഷങ്ങൾ കോടികൾ മുടക്കിയിട്ട് മനുഷ്യൻ മരിക്കുന്നു. എന്താ പിന്നെ മരിക്കാതിരിക്കാൻ പാടില്ലേ? പണ്ടൊരു ഉദ്ദേശി പറഞ്ഞ പോലെ ചികിത്സിച്ച് 40 ലക്ഷം 50 ലക്ഷം 60 ലക്ഷം കഴിഞ്ഞു. അപ്പോൾ ഡോക്ടർ പറയുക ഇനിയിപ്പോൾ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കോളാൻ. ഒന്നുകൂടി പറഞ്ഞു, എന്തെങ്കിലും ചോദിച്ചാൽ എന്താണെങ്കിലും അത് കൊടുത്തേക്കണം കേട്ടോ. കാരണം പുള്ളിക്കറിയാൻ തീരാൻ പോവാണ്. വൈദ്യശാസ്ത്രത്തിന് മനുഷ്യനെ രക്ഷപ്പെടുത്താൻ പരിമിതികളുണ്ട് സഹോദരങ്ങളെ. എന്നാൽ ദൈവത്തിന് അത് വേണ്ട. ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ഇപ്പം ആ വാക്ക് കൽപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ പാട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുക, പാട്ടുണ്ടാക്കി പാടുക, നല്ല കാര്യമാണ്. ഞാനും പാടുന്നുണ്ട് പാട്ട്. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, അത്ഭുതം നടക്കും, അടയാളം നടക്കും. ഈ അത്ഭുതം അടയാളം കണ്ടുകൊണ്ട് കർത്താവിൻ്റെ പുറകെ പോയാൽ മതിയോ? നിത്യജീവൻ വേണ്ടേ? അത്ഭുതങ്ങളെ അടയാളങ്ങൾ ഈ ഭൂമിയിലെ ജീവിതമല്ലേ? ഞാൻ ഇടയ്ക്ക് എൻ്റെ ഒരു സഹോദരനോട് ഞാൻ പറഞ്ഞു, സഹോദര, നിങ്ങൾ 70 80 വത്സരം ഈ ഭൂമി ജീവിക്കാൻ വേണ്ടിയുള്ള ഓടിക്കൊണ്ടിരിക്കുന്നത്. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടണ്ട. അല്ല പിന്നെ ഞാനെന്താ പറയാനാ? ഞാൻ ഈ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ 70 80 വത്സരം ഇവിടെ ജീവിക്കാനുള്ള കാര്യങ്ങളൊന്നും ഇതിലില്ല. ചിലപ്പോൾ കാണുമായിരിക്കും ഇച്ചിരിയൊക്കെ. അതിനപ്പുറം ഒരു ജീവിതമുണ്ട് നിത്യതയിൽ. എൻ്റെ സ്വന്തം അനിയൻ ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്നുണ്ട്. അനുജൻ്റെ മകൻ, അവൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്. അവൻ വളരെ നല്ല മിടുക്കനാണ്. സ്വന്തമായിട്ട് 8-10 പേരെ വെച്ച് കമ്പ്യൂട്ടറൊക്കെ വെച്ച് ജോലി ചെയ്ത് നല്ല ലാഭം കൊയ്തുകൊണ്ടിരിക്കുന്ന മിടുക്കനായ ഒരു പയ്യനാണ്. പക്ഷേ ഹീസ് എ എത്തിക്സ്, അവനൊരു നിരീശ്വരവാദിയാണ്. ഞാൻ അവരോട് പറഞ്ഞു, ഇടാ മോനെ, ഇവിടെ ദൈവമുണ്ട്, ആഫ്റ്റർ ഡെത്ത് എന്നൊരു സംഭവം ഉണ്ട് കേട്ടോ. ഐ എം നോട്ട് ബിലീവ് പപ്പ, സാമ്പപ്പ. അതിന് വലിയ സ്നേഹം എന്നോട്. എനിക്കത് വിശ്വാസമില്ല. അവൻ്റെ സഹോദരി അത് തന്നെ, എനിക്ക് വിശ്വാസമില്ല. ഞാൻ പറഞ്ഞു, ഇടാ മോനെ, നീ അങ്ങനെ പറയുന്നു. ഞാനൊരൊറ്റ ചോദ്യം, അധികം കൂടുതലൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല. അങ്ങനെ ആഫ്റ്റർ ഡെത്ത് എന്നൊരു ജീവിതം ഉണ്ടെങ്കിൽ, നിന്റെ ആത്മാവ് നരകത്തിൽ പോകുമെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അവൻ പറഞ്ഞൊരു മറുപടി നിങ്ങളോട് ഞാൻ പറയാം. എൻ്റെ വിധി എന്ന് ഞാൻ സമാധാനിക്കുന്നു. എങ്ങനെയുണ്ട്? എൻ്റെ വിധി എന്ന് ഞാൻ സമാധാനിക്കും. അവിടെ സമാധാനം ഉണ്ടോ? അവിടെ ഒരിടത്ത് ലൂക്കോസ് 16 വായിച്ച് പഠിച്ചാൽ നമുക്കത് മനസ്സിലാവുമല്ലോ. സമാധാനം ഉണ്ടോ അവിടെ? എനിക്കതൊന്ന് വായിക്കാനായിട്ടുള്ള ഹേമമുണ്ട്. എപ്പോഴും അത് പറയാറില്ല. ഈ ദൈവാത്മാവ് ഹേമിക്കുന്ന സമയത്ത് അതൊക്കെ പറയണം. കാരണം ആർക്കൊക്കെ വേണ്ടിയായി പറയുന്നത്. ലൂക്കോസ് 16 എടുത്താട്ടെ എല്ലാവരും. ലൂക്കോസ് 16. ആ ധനവാന്റെ അവസ്ഥ ഒന്ന് വായിച്ച് പഠിച്ചേ. കോടിക്കണക്കിന് രൂപയുള്ളവരൊക്കെ വലിയ നെകിളിച്ച് കണ്ണു മുന്തി നടപ്പുന്നുണ്ട്. ധനവാൻ പറഞ്ഞ ഞാൻ വായിക്കാം. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ലൂക്കോസ് 16:24 മുതൽ. ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നുവെന്ന് വിളിച്ചു പറഞ്ഞു. ഉടനെ അബ്രഹാം, മകനെ, നീ ആയുസ്സിൽ നന്മയും ലാസറോ വണ്ണൻ തിന്മയും പ്രാപിച്ചു എന്നോർക്ക.
ഇപ്പോൾ അവനിവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ ഒരു വലിയ പിളർപ്പുണ്ടായിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. അതിനവൻ എന്നോട്, പിതാവേ, അവനെ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും ഈ യാതനാസ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതിനവൻ, അല്ലല്ല അബ്രഹാം പിതാവേ, ദൈവത്തിന് ബുദ്ധി ഉപദേശിക്കുന്ന ധനവാൻ എവിടെ കിടന്നുണ്ട്? ആ നരകത്തിൽ കിടന്നുണ്ട്, യാതനാസ്ഥലത്ത് കിടന്നുണ്ട്. അങ്ങനെ കുറെ പുള്ളികളുണ്ട് ഇന്ന് ആത്മീയ കുളത്തിൽ, ദൈവത്തിന് ബുദ്ധി ഉപദേശിക്കുന്നവർ. അവരുടെ എന്നിട്ട് എന്താ പറയുന്നത്? അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവൻ്റെ അടുക്കൽ ചെന്നു എങ്കിൽ അവൻ മാനസാന്തരപ്പെടുമെന്ന് ദൈവത്തിന് ബുദ്ധി ഉപദേശം കൊടുക്കുന്ന ധനവാനോട് കർത്താവ് എന്താ പറഞ്ഞത്? അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കട്ടെ. കാരണം അന്നത്തെ കാലത്ത് അതാണല്ലോ കേട്ടനുസരിക്കേണ്ടത്. അത് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കില്ല എന്ന് ഞാൻ പറയുന്നു. ഇവിടെ ഒരു തിരുത്തുണ്ട്. അന്ന് ജീവിച്ചിരുന്നവർ, യേശു കർത്താവ് വന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേട്ടാൽ മതിയായിരുന്നു. ഈ കൃപായുഗത്തിൽ മോശയുടെയും പ്രവാചകന്മാരുടെ വാക്കല്ല കേൾക്കേണ്ടത്. അവർ പറയുന്നതിനേക്കാൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തിക്കൊത്ത് ഉപദേശവും കർത്താവ് അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ച അപ്പോസ്തല ഉപദേശമാണ് നമ്മൾ കേട്ട് അനുസരിക്കേണ്ടത്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മയിരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോന്നു. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് അനുസരിച്ചാലേ സ്വർഗത്ത് പോകാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ പോക്ക് നടക്കില്ല, വഴി മുടങ്ങും. പഴയ നിമിത്തിൽ സങ്കീർത്തനത്തിൽ ഒരു വാക്ക്, അതുകൊണ്ട് വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. ഈ മരുഭൂയാത്രയിൽ നമ്മൾ നശിച്ചു പോകാതിരിക്കണമെങ്കിൽ ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ പ്രമാണം നമ്മൾ അനുസരിച്ചേ പറ്റൂ. ക്രിസ്തുവിൻ്റെ പ്രമാണത്തിൽ നിലനിൽക്കാതെ ഒരുത്തനും ദൈവമില്ലാത്തവരായി തീരുമെന്ന് യോഹന്നാൻ പഠിപ്പിക്കുന്നു. 2-3 പ്രാവശ്യമായത് ആ വാക്യം ഞാൻ പറയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യാതനാസ്ഥലത്ത് കിടന്നുകൊണ്ട് ബുദ്ധിപദേശം പറയാതെ, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടനുസരിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ഈ വചനത്തിലൂടെ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി. കണ്ടോ, വേഷത്തിലാ മനുഷ്യനായത്. തന്നെത്താൻ വിളങ്ങി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിപ്പോ, കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്തിരിക്കുന്നവിടെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ യേശു അനുസരണമുള്ളവനായിപ്പോ. എന്താ കാര്യം? യേശു മരിച്ചില്ലെങ്കിൽ ലോകത്തിന് രക്ഷയില്ല. യേശു മരിച്ചില്ലെങ്കിൽ ആദാമിൻ്റെ ആത്മാവിന് രക്ഷയില്ല. യേശു മരിച്ചില്ലെങ്കിൽ അബ്രഹാമിന്, ഇസ്ഹാക്കിന്, യാക്കോബിന് രക്ഷയില്ല. യേശു മരിച്ചില്ലെങ്കിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഭക്തന്മാർക്ക് രക്ഷയില്ല. യേശു മരിച്ചുയർത്തെഴുന്നേറ്റില്ലെങ്കിൽ ലോകത്തിന് രക്ഷയില്ല. എല്ലാം കൂടി കൂട്ട നരകത്തിലോട്ട് പോകും. മനസ്സിലായോ? എല്ലാവർക്കും എല്ലാ കാര്യവും വെളിപ്പെടണമെന്നൊന്നുമില്ല. വചനത്തിൻ്റെ ചില വെളിപ്പാടുകൾ ചിലർക്ക് കിട്ടും. അതും വെച്ചുകൊണ്ട് എനിക്ക് വെളിപ്പെട്ടേ എന്നൊന്നും പറയരുതാരും. അതിനേക്കാൾ കൂടുതൽ വെളിപ്പെട്ട് കിട്ടിയ ഒത്തിരി പേരുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, എന്നെക്കാൾ കൂടുതൽ വചന വെളിപ്പാട് പ്രസംഗിക്കുന്ന അനേക ഭാഷമാരുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുക. സ്തോത്രം. ദൈവം ഒരു അനുഗ്രഹിക്കട്ടെ. എനിക്ക് കിട്ടിയ വചന വെളിപ്പാടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് തെറ്റാണെങ്കിൽ എന്നെ തിരുത്തുന്നതിന് യാതൊരു മടിയില്ല കേട്ടോ. ആർക്കും തിരുത്താം. ഒരു കുഞ്ഞിന് പോലും തിരുത്താം. തിരുത്തുമ്പോൾ വചനത്തിലൂടെ ആകണം തിരുത്താൻ. എല്ലാ വചനങ്ങളെയും എല്ലായ്പ്പോഴും പറഞ്ഞു ഒന്നും വരികയില്ല. ആത്മാവ് നിയോഗിക്കുന്ന അനുസരിച്ചാണ് വചനം പറയുന്നത്. ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളിലൂടെയാണ് നമ്മൾ പ്രസംഗം പോകുന്നത്. നമ്മൾ ഇന്ന രീതിയിൽ പ്രസംഗിക്കണമെന്ന് ഒരാൾ പറയുമ്പോൾ അത് തെറ്റാണ്. അത് ദൈവാത്മാവാണ് ആ പ്രസംഗത്തെ നിയന്ത്രിക്കുന്നത്. ഞാൻ എൻ്റെ പ്രസംഗിക്കുമ്പോൾ ഞാൻ കർത്താവിനോട് പറയുന്നത്, ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ പ്രസംഗിക്കണം. ആത്മനിയോഗത്താൽ ഞാൻ പ്രസംഗിക്കപ്പെടണം. ആത്മാവ് ഉപദേശിക്കുന്ന വചനത്തിലൂടെ എനിക്ക് പ്രസംഗിക്കാൻ കഴിയണം. എനിക്ക് എൻ്റെ ബുദ്ധിയും ശക്തിയൊന്നും ഇതിൽ പ്രയോഗിക്കേണ്ട. സുവിശേഷം അത് പൂർണ്ണമാണ്. സുവിശേഷത്തെ ആരും എന്ത് ചെയ്യണ്ട. സുവിശേഷത്തെ ഇപ്പം മോഡിഫൈ ചെയ്യുക പലരും. ഊതിയിട്ടും ഉന്തിയിട്ടും കുരപ്പിച്ചും ചിരിപ്പിച്ചും സുവിശേഷത്തെ വികൃതമാക്കിയാണ്. നിങ്ങൾ മോഡിഫൈ ചെയ്യരുത്. സുവിശേഷം അതിൻ്റെ തനിമയിൽ പറയുക. ഒരു വാക്ക് പോലും കൂട്ടിച്ചേർക്കരുത്.
കൂട്ടുചേർക്കരുത്, മറിച്ച് കളയരുത്, കോട്ടിക്കളയരുത്. അങ്ങനെ പറഞ്ഞാൽ നീ ശപിക്കപ്പെടും. ഞാനല്ല, പൗലോസാ പറയുന്നത്. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിന് ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരും ശാപത്തിന്റെ കീഴിലാകരുത്, ശപിക്കപ്പെട്ടു പോകരുത് നമ്മളാരും. ഇന്നത്തെ ക്രൈസ്തവോളം ശാപത്തിന് കീഴാണെന്ന് ഓർത്ത് ഞാൻ ഭയപ്പെട്ടുകൊണ്ടിരിക്കുക. എന്താ കാര്യം? കർത്താവ് അപ്പോസ്തലന്മാരെ പരമേൽപ്പിച്ച പരിപാവനമായ ഉപദേശത്തെ കോട്ടിക്കളഞ്ഞ്, കൂട്ടുചേർത്ത്, മറിച്ചു കളഞ്ഞ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഈ ഇടയ്ക്കൊരു ബിരുദം പ്രസംഗിച്ചു, കർത്താവിന്റെ വരവിന് വേണ്ടി ആരും കാത്തിരിക്കേണ്ടത്. അങ്ങനെ ഒരു ദുരുപദേശി. വേറൊരുത്തം പ്രസംഗിച്ചു, കർത്താവ് ഇതാ ഈ കഴിഞ്ഞ ഒക്ടോബറിലോ നവംബറിലൊക്കെ വരാൻ പോകണമെന്നും പറഞ്ഞു. അത് എവിടെയുള്ള നൈജീരിയയിലെങ്ങാണ്ടുള്ള ഒരു ചെകുത്താൻ. ആ ഡേറ്റും കഴിഞ്ഞ് കർത്താവ് വന്നില്ല. ഇങ്ങനെ പലരും പലതും പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്കതുകൊണ്ട് ഒരു കാര്യം എനിക്ക് തറപ്പിച്ച് എൻ്റെ മാന്യ ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, കർത്താവും അപ്പോസ്തലന്മാരും വിശുദ്ധ പ്രവാചകന്മാരും പറഞ്ഞിരിക്കുന്ന വചനം നമ്മൾ കേട്ടനുസരിച്ചോളാം. മറ്റാറ് പറയുന്നു അനുസരിക്കരുത്. ഞാൻ പറയുന്നത് പോലും അവർ പറയുന്ന വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്നുള്ളതാണെങ്കിൽ അതനുസരിക്കണം, അല്ലെങ്കിൽ അതനുസരിക്കരുത്. നിങ്ങൾക്ക് രക്ഷയില്ല. ഞാൻ അപ്പോസ്തലന്മാർ പറയുന്നതിന് അപ്പുറം കയറി പറയാറില്ല, കൂട്ടാറുമില്ല, കുറയ്ക്കാറുമില്ല. അതങ്ങനെ തന്നെ പറയും. ആ ശക്തിയോടെ പറയും. ദേഷ്യത്തിൽ പറയുകയാണെന്ന് ആരും ചിന്തിക്കരുത്, ഗൗരവത്തോടെ പറയും. ശുശ്രൂഷന്മാർ ഗൗരവമുള്ളവരായിരിക്കും. പൊട്ടുവർത്താനം പറഞ്ഞ് കളിയും ചിരിയും നടത്തുന്നവരൊന്നും ശുശ്രൂഷന്മാരല്ല. പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇതൊന്നും നമുക്ക് ചേർന്നതല്ല. സ്തോത്രം അത്രേ വേണ്ടതെന്ന് ലേഖനത്തിലുണ്ട്, പഠിപ്പിക്കൽ വചനത്തിലുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് എന്ത് ചെയ്തു? ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി, തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ഒരു മരണം ലഭിച്ചപ്പോൾ യേശു മനുഷ്യനാണെന്ന് പഠിപ്പിക്കുന്ന ദുരുപദേശികളാണ് ഇന്ന് ഈ ആത്മീയ കോളത്തിലുള്ളത് നല്ലൊരു ശതമാനമുണ്ട്. മുസ്ലിങ്ങളും അത് പറയുക, മനുഷ്യനല്ലേ മരിക്കാൻ കഴിയുള്ളൂ. എടാ, ഗുണം പിടിക്കാത്തവനെ നിനക്ക് വേണ്ടിയാ, രക്തദാഹിയായ നിനക്ക് വേണ്ടിയാ യേശു മരിച്ചത്. അവർക്ക് രക്തം കണ്ടില്ലെങ്കിൽ അവർക്ക് സമാധാനമില്ല. എല്ലാ മുസ്ലിങ്ങളും അല്ല, നല്ല കറതീർന്ന മുസ്ലിങ്ങൾ, എനിക്കറിയാം, ഉറുമ്പിനെ പോലും ദ്രോഹിക്കാത്ത മുസ്ലിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു മതവും രക്തം ചൊരിയാനായിട്ട് പഠിപ്പിക്കുന്നില്ല. സാത്താൻ അതിനെ തിരികെ കയറ്റി അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് രക്തച്ചൊരിച്ചിൽ നടത്തുക ചെയ്യുന്നത്. ഹല്ലേലൂയ. യഥാർത്ഥ മുസ്ലിം മറ്റുള്ളവരെ സ്നേഹിക്കണമെന്നാണ് പഠിപ്പിക്കുന്നത്. യഥാർത്ഥ ഹിന്ദു മറ്റുള്ളവനെ സ്നേഹിക്കണമെന്നാണ് പഠിപ്പിക്കുന്നത്. ലോകത്തുള്ള സകല മനുഷ്യർക്കും നന്മ വരണമെന്നാണ് അവരുടെ ശ്ലോകങ്ങൾ പോലും പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. എനിക്ക് ആ ശ്ലോകം അറിയാതെ മറന്നുപോയി പെട്ടെന്ന്. സകല മനുഷ്യർക്കും നന്മ വരണം. ലോകത്ത് മനുഷ്യനായി പിറന്നവനെല്ലാം നന്മ വരണമെന്ന് ഹിന്ദുമതവും ഇസ്ലാം മതവും എല്ലാം പഠിപ്പിക്കുമ്പോൾ ഈ ചോര വീഴ്ത്തണമെന്ന് പഠിപ്പിക്കുന്ന ആരാ? സാത്താൻ ഇതിൻ്റെ ഇടയിൽ കയറി തിരികെ കയറ്റിയ ഉപദേശമാണ്. അവരെ നമ്മൾ അകറ്റി നിർത്തുക. ദൈവസഭ ദുരുപദേഷ്ടന്മാർ കടന്നുകൂടിയിരിക്കുക. യഥാർത്ഥ ആരാധനയെ പാട്ടാക്കിയും മറ്റു വിവിധ നിലയിലും ദുർവ്യാഖ്യാനം ചെയ്ത് സഭയുടെ ഉപദേശങ്ങളെ നശിപ്പിച്ചു കൊണ്ടിരിക്കുക. സാത്താൻ്റെ വൈറസ് സഭയിൽ പ്രവേശിച്ച് സഭയുടെ നിർമ്മലമായ ഉപദേശങ്ങളെ കോട്ടിക്കളഞ്ഞ്, കൂട്ടുചേർത്ത്, മറിച്ചു കളഞ്ഞ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് സഹോദരങ്ങളെ. മറന്നു പോകരുത്. ഹല്ലേലൂയ. സ്തോത്രം. 9-ാം വാക്യം. അതുകൊണ്ട് ദൈവം അവനെ, ഏതുകൊണ്ടാ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോട് ഉള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി, തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവരായി തീർന്നു. അതുകൊണ്ട്
അതുകൊണ്ട് പിതാവിനെ അനുസരിച്ച പുത്രനെ എന്ത് ചെയ്തു? അതുകൊണ്ട് ദൈവവിനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകളുടെയും ഭൂലോകളുടെയും അധോലോകളുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും. കറുത്തവനും വെളുത്തവനും പണ്ഡിതനും പാവനും കുചേലനും കുബേരനും അമേരിക്കക്കാരനും ലണ്ടൻകാരനും ഇന്ത്യക്കാരനും അറബിക്കാരനും എല്ലാ രാജ്യക്കാരനും എല്ലാ മതക്കാരും എല്ലാ ഭാഷക്കാരും എല്ലാ ജാതി മതസ്ഥരും എന്തു ചെയ്യണം? യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റു പറഞ്ഞിട്ട് നരകത്തിലേക്ക് പോവില്ല. അല്ലാതെ ഒറ്റ എണ്ണത്തിനെ വിടില്ലെന്നാ പൗലോസ് പഠിപ്പിച്ചേക്കണേ. ഏറ്റുപറയും ചെയ്യേണ്ടി വരും. ഇപ്പോഴേ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവവചനമായി ജീവിച്ച നിനക്ക് നന്മയാണ്. ഒടുക്കത്തെ വെള്ളസിംഹാസനത്തിന് മുമ്പാകെ നിന്നുകൊണ്ട് ഏറ്റുപറയാൻ നിൽക്കാതെ ഇപ്പോഴും അങ്ങ് ഏറ്റുപറഞ്ഞു. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം സ്തോത്രം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ അവിടെ നിൽക്കുന്നില്ല, മുമ്പോട്ട് പോട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികം ഭയത്തോടും വിറയലോടും കൂടി നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. അപ്പോൾ ഫിലിപ്പിയിലുള്ള വിശ്വാസികൾ എന്ത് ചെയ്തു? നിങ്ങളെല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ. ഉപദേശം സഭകളെ പഠിപ്പിച്ചപ്പോൾ ഫിലിപ്പിയ സഭ ഉപദേശം അനുസരിച്ചു, റോമാസഭ അനുസരിച്ചു. കൊരിന്ത്യ സഭ വികലമായ സഭയായിരുന്നെങ്കിലും ഒന്നാം ലേഖനത്തിൽ അവർ ശൈശവാവസ്ഥയിൽ കിടന്നെങ്കിലും അവർ തമ്മിൽ തല്ലി വഴക്കുണ്ടാക്കി പക്ഷം പിടിച്ച് കിടന്നെങ്കിലും രണ്ടാം ലേഖനം 3-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ അവർ അപ്പോസ്തലന്മാരുടെ പത്രങ്ങളായി, അവർ ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി, അവർ വചനം അനുസരിക്കുന്നവരായി, അവർ കരുത്തന്മാരായി ശക്തന്മാരായി തീർന്നു. ഇന്ന് 2 നൂറ്റാണ്ടായിട്ടുള്ളൂ പെന്തക്കോസ്ത് പ്രസ്ഥാനം ഈ ലോകത്തിലേക്ക് വന്നിട്ട്. 1905 അഭിഷേകം രമാഭായി എന്ന ഇന്ത്യയിലുള്ള ഒരു സഹോദരിയുടെ മേൽ, അവരുടെ ആ പ്രസ്ഥാനത്തിന്മേൽ, അവിടെയുള്ള കുറേ വിശ്വാസികളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വന്നു. അവർ ആത്മാവിൽ സംസാരിച്ചു. രമാഭായിയുടെ സ്തോത്രം അവർ നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനത്തിൽ, വനിതകൾക്ക് വേണ്ടി നടത്തിയ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നടത്തിയ സ്ഥാപനത്തിൽ. ഞാനിങ്ങനെയാണ് അവർ പുസ്തകത്തിൽ വായിച്ചു കേട്ടത്. രമാഭായിയുടെ ആശ്രമത്തിൽ അതിൻ്റെ മുകളിൽ തീ കത്തുന്നു. അഗ്നിയുടെ തീ കത്തിയിട്ട് അതിൻ്റെ തീനാളങ്ങൾ മുകളിലേക്ക് ഉയരുന്നത് പോലെ ഒരു കൂട്ടം ജനം കണ്ടു. ദൂരെ നിന്ന് അവർ ഓടി വന്നു, വെള്ളങ്ങളുമായിട്ട് വന്നു. വെള്ളങ്ങളുമായിട്ട്, തിരുവനന്തപുരം ഭാഷയാണ്, വെള്ളവുമായിട്ട് വന്നു. വന്നിട്ട് എന്ത് ചെയ്തു? ഒഴിക്കാനായിട്ട് നോക്കുമ്പോൾ തീ കത്തുന്നില്ല. അതൊരു സാദൃശ്യം പോലെ കാണുക തീ കത്തുന്നതായിട്ട്. അതിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് ഏതാനും കുറേ സഹോദരിമാർ, കണക്കൊന്നും എനിക്കറിയില്ല, അവർ ആത്മാവിൽ ആരാധിക്കുകയാണ്. യോഹന്നാൻ സ്നാപകൻ എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കും, എൻ്റെ പിന്നാലെ വരുന്നവൻ തീ കൊണ്ട് നിങ്ങളെ സ്നാനം കഴിപ്പിക്കും. അഗ്നിനാവുകൾ എന്ന പോലെ. ഒറിജിനൽ തീ അല്ല അത്, തീ എന്ന പോലെ. എന്നാൽ ആത്മീയ അഗ്നിയാണ്. ഇവിടെ ജഡസ്വഭാവങ്ങളെ കത്തിച്ച് കളയുന്നതാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ചു കഴിയുമ്പോഴേ ജഡസ്വഭാവം പോകത്തുള്ളൂ. തമ്മിൽ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ കപട സ്നേഹമായിരിക്കും. കാണുമ്പോൾ സ്നേഹിക്കും അതുപോലെ ആക്ട് കാണിക്കും, അങ്ങോട്ട് മാറുമ്പോൾ ചീത്ത വിളിക്കും. ഇന്നത്തെ വിശ്വാസികളുടെ സ്നേഹമൊക്കെ അത്രയാണ്. ഒരു നന്മയും ഒരു മനുഷ്യന് ചെയ്യാത്ത വിശ്വാസികളാണ് ഇന്ന് ഭൂമി കിടക്കുന്നത്, നല്ലൊരു ശതമാനം. ഈ ദൈവസ്നേഹം ഇല്ലാത്തതാണ്. ദൈവസ്നേഹം എങ്ങനെയാണ് വരുന്നത്? ദൈവത്തിൻ്റെ സ്നേഹം നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഉള്ളങ്ങളിൽ പകർന്നിരിക്കുന്നു. റോമർ 5:3 ഞാൻ തോന്നുന്നു വായിച്ചോളൂ. നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ സ്നേഹം നിറഞ്ഞിരിക്കുന്നുണ്ട്. നമ്മൾ മറ്റുള്ളവർ സ്നേഹിക്കുന്നത്. മറ്റുള്ള വിശ്വാസികൾക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയാത്ത ആത്മാവ് നല്ലതല്ല. ഇവിടെ തിരിഞ്ഞു കിടക്കുക ആത്മാവ്. ഞങ്ങൾ ദൈവത്തിനുള്ളവരാകുന്നു, ദൈവത്തിനുള്ളവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ദൈവത്തിനല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. യോഹന്നാൻ 4:6 സത്യത്തിൻ്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഇതിനാൽ അറിയാം. അപ്പോൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടനുസരിച്ച് വന്നില്ലെങ്കിൽ ആത്മാവ് പോലും മാറിപ്പോവും. പിന്നെ പറഞ്ഞിട്ട് ഒരു കഥയില്ല. പാട്ടും പാടി തുള്ളിച്ചാടി അവസാനം നരകത്തിൽ പോയി വീഴും. അത് വരരുത്. അതുകൊണ്ടാണ് മുന്നറിയിപ്പ് എന്നവണ്ണം ടൈറ്റാനിക് കൊടുത്തതിന് പോലെ മുന്നറിയിപ്പ് ഞാൻ തരുന്നത്. ടൈറ്റാനിക് കപ്പലിന് മുന്നറിയിപ്പ് കിട്ടി. ലണ്ടനിൽ നിന്ന് അമേരിക്കയിലേക്ക് യാത്ര ചെയ്ത കന്യാത്രയിൽ 1912 ഓർമ്മ. ദൈവം വിചാരിച്ചാൽ പോലും മുങ്ങത്തില്ലെന്ന് അവകാശപ്പെട്ട അഹങ്കാരത്തിൻ്റെ വാക്കുകൾക്ക് ശക്തമായൊരു തിരിച്ചടി ദൈവം കൊടുത്തു. കന്യയാത്രയിൽ മഞ്ഞുമലയിൽ തട്ടി ആ കപ്പൽ പിളർന്ന് വെള്ളത്തിലേക്ക്, ആഴക്കടലിലേക്ക് മുങ്ങിപ്പോയി. എത്രയോ ആയിരങ്ങൾ ചത്തൊടുങ്ങി. ആ കഥ സിനിമയായി പിടിച്ച്
അമേരിക്കയിലെ സിനിമാ നിർമ്മിതാവന്മാർ പൊട്ടടിച്ചു. ഇപ്പം അതൊക്കെ നടക്കുന്നത്. എന്ത് പറഞ്ഞാലും സിനിമ പിടിക്കുക, കുറെ കൂട്ടിച്ചേർത്ത് പിടിച്ച് ഭയങ്കര സിനിമയാക്കി അവർ ലാഭം കൊയ്തു. ഇന്നങ്ങനെയാണല്ലോ. സുവിശേഷം പ്രസംഗിക്കുന്നതും ലാഭം കൊയ്യാനാണല്ലോ. 11 കോടിയുടെ വീട് ഒരു സുവിശേഷം വയ്ക്കുമ്പോൾ പിന്നെ ലാഭം കൊയ്യലല്ലാതെ എന്ത് കൊയ്യലാ? അല്ല, എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. ഒരു 5 ലക്ഷം രൂപയുടെ കാറ് മേടിച്ച് തൃപ്തിപ്പെടാതെ 50 ലക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദുരുപദേശികളെ എനിക്കറിയാം. പറയുന്ന പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ മരം ചാഞ്ഞു വരും. ഹല്ലേലൂയ. ഒരു 5-10 ലക്ഷം രൂപയുടെ കാർ ഒരു വിശ്വാസിക്ക് പോരെ? ഇവിടെ പിണറായി സഖാവ് 1 കോടി 10 ലക്ഷത്തിന് മേടിച്ചപ്പോൾ പുള്ളി എല്ലാം കൂടി ചെളിവാരി എറിഞ്ഞു. ശരിയാ. ചാകാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന ഇന്നോ നാളെയോ എന്നും പറഞ്ഞിരിക്കുന്ന പിണറായി, നമ്മളെല്ലാവരും അങ്ങനെ തന്നെ. ഞാനും നിങ്ങളും എല്ലാം ഇന്നോ നാളെയോ എന്നും പറഞ്ഞിരിക്കുക. എന്നാൽ നമുക്കറിയത്തില്ല. ഒരു വലിയ മരണത്തിൻ്റെ ക്യൂ ഇങ്ങനെ നിൽക്കുക. ആ ക്യൂവിൽ ഞാനും നിങ്ങളും ഇങ്ങനെ നിൽക്കുക. എന്നാണ് നമ്മൾ മറിഞ്ഞ് വീണ് ചാവക്കുടിയിലേക്കോ തീപ്പൊയ്കയിലേക്കോ പോകണമെന്ന് അറിയത്തില്ല. ഹിന്ദുക്കളാണെങ്കിൽ കൊണ്ട് തീ കത്തിക്കും, നമ്മളെ കൊണ്ട് പുഴുവിന് തിന്നാൻ കൊടുക്കും. പാർസികളാണെങ്കിൽ പക്ഷിക്ക് തിന്നാൻ കൊടുക്കും. ഇതൊക്കെയാണ് നടക്കുന്നത്. ഇതിൽ കൂടുതലൊന്നും ഇല്ല ദൈവമക്കളെ. എൻ്റെ അയൽവാസി എന്നോട് വഴക്കുണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സ്നേഹിത, നീ ചത്ത് കഴിയുമ്പോൾ നിന്നെ തീ തിന്നും, എന്നെ പുഴുവും തിന്നും. പിന്നെ എന്തിനാ ഈ തമ്മിൽ തല്ലുന്നത്? നമ്മൾ സ്നേഹിച്ച് ജീവിച്ചൂടെ? എൻ്റെ മുഖത്ത് നോക്കത്തില്ല. ഇപ്പം അത് പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കര കുറ്റബോധമായി. മുഖത്ത് നോക്കത്തില്ല എന്നെ. കാരണം എന്താ? ഞാൻ പറഞ്ഞ സത്യമല്ലേ. കോടതി പോയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാമല്ലോ, ബഹുമാനപ്പെട്ട കോടതി ഒന്നുകിൽ തീ തിന്നും, അല്ലെങ്കിൽ പുഴു തിന്നും, അല്ലെങ്കിൽ പക്ഷികൾ തിന്നും. ഇതിൽ കൂടുതൽ എന്താ ഉള്ള ഒരു മനുഷ്യന്? ആ ജഡ്ജിയാണെങ്കിലും അത് തന്നെയാന്നേ, ആരാണെങ്കിലും അത് തന്നെയാ. മരണമെന്ന പ്രതിഭാസത്തിലൂടെ കടന്നു പോകാത്തൊരു മനുഷ്യനും ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് ദൈവിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കുന്നത്. നീ മരിച്ചു പോയാൽ നിന്നെ വിടത്തില്ല, വെറുതെ വിടത്തില്ല. നിന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ക്രിസ്തുവിൻ്റെ പ്രമാണം നീ അനുസരിച്ചില്ലെങ്കിൽ നിന്നെ നരകത്തിലേക്ക് തള്ളിക്കളയും. അതല്ലേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അത് വേണ്ടെന്നാ പറയണേ. വേണ്ടെങ്കിൽ വേണ്ട. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഞാൻ പഠിച്ചത്, അവർ കേട്ടാലും കേട്ടില്ലെങ്കിലും നീ അവരോട് പറയുക. അത് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വാത്സല്യ ദൈവമക്കളെ, ഹല്ലേലൂയ. എല്ലാ നാവും യേശു കർത്താവെന്ന് പിതാവാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികെത്തിക്കുമ്പോൾ മാത്രമല്ല ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടി നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. ഭയത്തോടും വിറയലോടും കൂടി രക്ഷയ്ക്കായി പ്രവർത്തിക്കണം. രക്ഷയ്ക്ക് എന്തെങ്കിലും പ്രവൃത്തി ഉണ്ടോ? ഹൈന്ദവ മതം, ഇസ്ലാം മതം, മറ്റു 100 മതങ്ങൾ രക്ഷയ്ക്കായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്രൈസ്തവ മതത്തിന് രക്ഷയ്ക്കായി പ്രവൃത്തി വല്ലതും ഉണ്ടോ? ഇല്ല. മെഴുകുതിരി കത്തിക്കണ്ട, വിഗ്രഹത്തെ കുമ്പിടണ്ട, നേർച്ച കാഴ്ചകൾ കൊടുക്കണ്ട, മല ചവിട്ടണ്ട, കുരിശുമുടി ചവിട്ടണ്ട. ഹല്ലേലൂയ. ഒന്നും ചെയ്യണ്ട. എന്താ രക്ഷയ്ക്കായി പ്രവർത്തിക്കുക? ദൈവവചനം അനുസരിച്ച് ജീവിക്കുക, ഉപദേശം അനുസരിച്ച് ജീവിക്കുക, അന്ത്യകാല രക്ഷയ്ക്ക് വേണ്ടി പ്രമാണം അനുസരിച്ച് ജീവിച്ച് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുക. പാപം ചെയ്തുകൊണ്ടിരുന്ന അവയവങ്ങൾ നീതിക്കായി അടിമകളായി സമർപ്പിക്കുക, നീതി ചെയ്യാനായിട്ട് സമർപ്പിക്കുക. നീതി ചെയ്യുമ്പോൾ വചനമനുസരിച്ച് ജീവിക്കുക. അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടും ശുദ്ധീകരണം പ്ലസ് ഈക്വൽ ടു നിത്യജീവൻ. പാപം ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ലജ്ജ പ്ലസ് ലജ്ജ, മരണം, ആത്മമരണം. ഇത് മനസ്സിലാക്കാനായിട്ട് റോമർ 6:19 മുതൽ 23 വാക്യങ്ങൾ നന്നായിട്ട് വചനം പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ വായിച്ച് പഠിച്ചോണം. ഇതിനിടയിൽ അത് പറഞ്ഞ് വിശദീകരിക്കാനുള്ള സമയമില്ല. ഇഷ്ടംപോലെ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പാപം ചെയ്യുമ്പോൾ ലജ്ജ കിട്ടും, പ്ലസ് ലജ്ജ മരണം. നീതി ചെയ്യുമ്പോൾ ശുദ്ധീകരണം പ്ലസ് ശുദ്ധീകരണം. നീതി ചെയ്യാന്ന് പറഞ്ഞാൽ വചനം അനുസരിച്ച് ജീവിക്കുക. അവസാനം നിത്യജീവനിലേക്ക് പ്രവേശിക്കപ്പെടും. ഇപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് രക്ഷയ്ക്കായി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ആത്മരക്ഷയ്ക്ക് വേണ്ടി കർത്താവ് തന്നിരിക്കുന്ന വചനങ്ങൾ ഓരോന്നും അനുസരിച്ച് ജീവിക്കുമ്പോൾ അത് ക്രിയാത്മകമായ നിലയിൽ വെളിപ്പെടും.
ഭാര്യ ഭർത്താവിനെ ഭയപ്പെടുക, അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൽ കാണേണ്ട കാര്യമല്ലേ? പറഞ്ഞുകൊണ്ടിരിക്കാനുള്ളതാണോ? അല്ല. ഭാര്യമാരെ പേടിച്ച് ജീവിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. നിങ്ങൾക്ക് ആത്മരക്ഷ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തിരിച്ചാണെങ്കിലും എല്ലാം നടക്കും. ഭാര്യയെ ഭർത്താവ് ഭയപ്പെട്ടു, ഭാര്യയെ ഭർത്താവ് അനുസരിച്ചും ജീവിച്ചാൽ അത് അതിന് വിരുദ്ധമല്ലേ? അലക്സാണ്ടർ ചക്രവർത്തി ലോകം മുഴുവൻ കിടുകിടാ ഉറപ്പിച്ചെന്നാണ് പറയുന്നത്. പാറ്റ പറന്നു വരുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ പിടിച്ചാൽ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അതുപോലെ ഓടി രക്ഷപ്പെടും. പാറ്റയെ പേടിയായി, ചെറിയ ചെറിയ ജീവികളെ പേടിയായി എന്നതുപോലെ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കണം. രക്ഷയുടെ വചനങ്ങൾ, ഉപദേശങ്ങൾ കുടുംബജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ ദാസനുള്ളത്, യജമാനനുള്ളത്, പാസ്റ്ററിനുള്ളത്, വിശ്വാസിക്കുള്ളത്, ഭാര്യയ്ക്കുള്ളത്, ഭർത്താവിനുള്ളത്, മക്കൾക്കുള്ളത് എല്ലാ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലുണ്ട്. ചിലർ വിചാരിക്കുന്നത് പുതിയ നിയമത്തിൽ ആ ഉപദേശമൊന്നും ഇല്ലെന്നാണ്, മോചന പ്രമാണത്തിലുള്ളത്. ഭാര്യമാർ അനുസരിക്കാനുള്ളത് എഫേസ്യർ ലേഖനം 5:22 മുതൽ 24 വരെ. ഭർത്താക്കന്മാർ അനുസരിക്കാനുള്ളത് എഫേസ്യർ ലേഖനം 5:25 മുതൽ 32 വരെ. മക്കൾ എഫേസ്യർ ലേഖനം 6:1 മുതൽ 3 വരെ. പിതാക്കന്മാർ എഫേസ്യർ ലേഖനം 6:4. ദാസന്മാർ എഫേസ്യർ ലേഖനം 6:5 മുതൽ 8 വരെ. യജമാനന്മാർ എഫേസ്യർ ലേഖനം 6:9. വായിച്ചു പഠിച്ചോ. ഞാൻ ചെറുതായിട്ടൊന്ന് എഴുതി വെച്ചതേ ഉള്ളൂ. ഇത് തെറ്റുണ്ടെങ്കിൽ ഇത് തിരുത്തി തരാം, വിളിച്ചു പറഞ്ഞാൽ മതി. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനുസരിക്കാനുള്ളതെല്ലാം പുസ്തകത്തിലുണ്ടെന്നേ. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ എല്ലാം ഉണ്ട്, അനുസരിക്കാനുള്ളതെല്ലാം ഉണ്ട്. അതാരും പഠിക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല. പഴയ നിയമം എൻ്റെ കൂടെ എനിക്കൊരു പാസ്റ്ററുണ്ടായിരുന്നു. എന്നെ ഭയങ്കര സ്നേഹമായിരുന്നു പുള്ളിക്ക്. അവസാനം പുള്ളി എന്നെ അതുപോലെ അങ്ങ് വെറുക്കാനിടയായി പുതിയ നിയമം പഠിക്കാൻ തുടങ്ങിയപ്പോൾ. എനിക്കറിയത്തില്ല എന്താ വന്നത്. പുള്ളി വേദപുസ്തകം എടുത്തുകൊണ്ട് വന്ന് നടുവേ പിളർന്ന് അങ്ങ് പ്രസംഗിക്കും. അത് കിട്ടുന്നത് ദൈവാത്മാവ് കൊടുക്കുന്നതൊന്നും ആണെന്നൊക്കെ പറഞ്ഞാൽ പ്രസംഗിക്കുന്നത്. എനിക്കതിനോട് യോജിക്കാൻ കഴിയത്തില്ല. കാരണം നടുവേ പിളർന്നാൽ മത്തായി കിട്ടത്തില്ല, മത്തായി മുതൽ വെളിപ്പാട് വരെ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞേ. പണ്ട് അബ്രഹാം പക്ഷിയെ നടുവേ പിളർന്നെന്ന് പറഞ്ഞ പോലെ. ഹല്ലേലൂയ. പുതിയ നിയമസഭ കൃപായുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പുതിയ നിയമസഭയുടെ കാലഘട്ടം കൃപായുഗം. കൃപായുഗത്തിൽ നമുക്കുള്ള പ്രമാണം കർത്താവായ യേശുക്രിസ്തു അപ്പോസ്തലന്മാരിലൂടെ തന്നിരിക്കുന്ന പ്രമാണം. അതിനാണ് അപ്പോസ്തല ഉപദേശം, ക്രിസ്തുവിൻ്റെ ഉപദേശം, പഥ്യവചനം, പഥ്യോപദേശം, രാജകീയനായ പ്രമാണം, സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞനായ പ്രമാണം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഥ്യവചനം, ഭക്തികത്വോപദേശം എന്നൊക്കെ പറയുന്നത് ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം. ഗലാത്യർ 6:2 തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. ഇതിൽ കൂടുതൽ എങ്ങനെ പറയാമെന്ന് എനിക്കറിയത്തില്ല. നീണ്ട 25 വർഷം ഒരു ഗുണം പിടിക്കാത്ത പെന്തക്കോസ്തുകാരനായിട്ട് കിടന്ന സമയത്തൊന്നും ഇതൊന്നും എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല. പിതാക്കന്മാരായ ദൈവദാസന്മാരിൽ നിന്ന് പാസ്റ്റർ കെ എബ്രാം, സി ജോർജ്, PM ഫിലിപ്പച്ചൻ, TG ഉമ്മച്ചൻ, പാസ്റ്റർ ഡാനിയേൽ, അങ്ങനെ നിത്യതയിൽ വിശ്രമിക്കുന്ന പിതാക്കന്മാരിൽ നിന്നാണ് ഉള്ള ഉപദേശം ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേൾക്കുന്ന ഉപദേശം മുഴുവൻ ദുരുപദേശമാണ്. ആ പിതാക്കന്മാരുടെ മക്കളും മരുമക്കളെല്ലാം കോടീശ്വരന്മാരായി 11 കോടിയുടെ വീടും പിന്നെ എന്ത് തിന്നണം എന്ത് കുടിക്കണമെന്നറിയാം, അതുപോലെ തിന്നു കുടിച്ച് ജീവിക്കുക. കുടിയന്മാരാണ് പലരും. അതോർക്കുമ്പോഴാണ് സങ്കടം. അങ്ങോട്ടൊന്നും പോകുന്നില്ല അധികം വിവരിക്കാൻ. ധനം നിമിത്തം ഹൃദയം ഗർവിക്കും. കേട്ടോ, സൂക്ഷിച്ചോണം. സൗന്ദര്യ നിമിത്തം ഹൃദയം ഗർവിക്കും. അറിവ് നമുക്ക് ഗർവ് ഉണ്ടാക്കും. എനിക്കെന്തോ അറിയാമെന്നുള്ള ഭാവം. താൻ എന്തെങ്കിലും അറിഞ്ഞിരിക്കുന്നു എന്ന് തോന്നുന്നവൻ ഒന്നും അറിഞ്ഞിട്ടില്ല. സത്യത്തിൽ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്, ഈ വേദപുസ്തകം ഞാൻ പഠിച്ചു തീർന്നിട്ടില്ല. ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ മരിക്കുമ്പോഴും എൻ്റെ പഠനങ്ങൾ ബാക്കിയുണ്ടാവുമെന്ന് ഞാൻ ചിന്തിക്കുന്നത്. എൻ്റെ ചിന്താഗതി. ഏതൻസിൻ്റെ തെരുവീതിയിൽ നിന്നുകൊണ്ട് മഹാനായ സോക്രട്ടീസ് സ്കൂളിൽ പോകുന്ന കുട്ടികളോട് ഇങ്ങനെ ചോദിച്ച ഒരു ചോദ്യം: കുഞ്ഞുങ്ങളെ നിങ്ങൾ അങ്ങോട്ട് പോകുന്നു, സ്കൂളിൽ പോകുന്നു, എന്നിട്ടോ സ്കൂളിൽ പോയി പഠിക്കാൻ പോകുന്നു, എന്നിട്ടോ പഠിച്ച് ഞങ്ങൾ വലിയ ആളാകും, എന്നിട്ടോ ഞങ്ങൾക്ക് ഇതിൻ്റെ ജോലി കിട്ടും,
എന്നിട്ടോ ജോലി കിട്ടിയിട്ട് എന്താ, ഞങ്ങളൊരു വിവാഹമൊക്കെ കഴിച്ച് കുഞ്ഞുങ്ങളായിട്ട് സന്തോഷമായിട്ട് ജീവിക്കും. എന്നിട്ടോ അങ്ങനെ ജീവിച്ച് അങ്ങ് മരിക്കും. എന്നിട്ടോ സോക്രട്ടീസിന്റെ വാക്കിൽ കുഞ്ഞുങ്ങൾ കുടുങ്ങിപ്പോയി. എന്നിട്ട് ഞങ്ങൾക്ക് പിന്നെ ഒന്നും അറിയത്തില്ല, മരിച്ച് ഞങ്ങൾ അങ്ങോട്ടൊക്കെ പോകും. ഇതാണ് ലോകത്തിൻ്റെ അറിവ്. മഹാനായ സോക്രട്ടീസ് ഒരു തത്വജ്ഞാനിയായിരുന്നു. അരിസ്റ്റോട്ടിൽ, സോക്രട്ടീസ്, അവരൊക്കെ വലിയ വലിയ തത്വജ്ഞാനികളാണ്. പക്ഷേ മരണാനന്തര ജീവിതം ഉണ്ടെന്ന് സോക്രട്ടീസ് വിശ്വസിച്ചിരുന്നു. അതിൻ്റെ യഥാർത്ഥ ചിത്രം അല്ലെങ്കിൽ യഥാർത്ഥ രൂപരേഖ തനിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ 100 വേദഗ്രന്ഥങ്ങൾ ഈ ലോകത്തിലുണ്ടെങ്കിലും സത്യവേദ പുസ്തകം പഠിപ്പിക്കുന്ന സ്വർഗവും നരകവും അത് വ്യക്തവും കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. സ്വർഗത്തെക്കുറിച്ചുള്ള വെളിപ്പാട് കൃത്യമായിട്ട് തരുന്നുണ്ട്, നരകത്തെക്കുറിച്ചുള്ള കൃത്യമായ വെളിപ്പാട് തരുന്നുണ്ട്. ഇതിനെ കോപ്പിയടിച്ചാണ് ഖുറാനും മറ്റ് ഗ്രന്ഥങ്ങളൊക്കെ നിലകൊള്ളുന്നതെന്ന് ഇനിയെങ്കിലും പെന്തക്കോസ്തരായ നമ്മളൊന്ന് മനസ്സിലാക്കണേ. വേദപുസ്തകത്തിൻ്റെ രചനയ്ക്ക് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. 40ഓളം എഴുത്തുകാര്, സ്വത്രം 1200 വർഷം കൊണ്ട്, എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ, വിവിധ രാജ്യങ്ങളിൽ വിവിധ പശ്ചാത്തലങ്ങളിൽ രാജാക്കന്മാര്, മന്ത്രിമാര്, പ്രഭുക്കന്മാര്, പിന്നെ മുക്കുവത്തൊഴിലാളികള്, ആശാരിമാര്, വിവിധ തുറകളിൽ കാറ്റഗറിപ്പെട്ടവർ, പരസ്പരം കാണാത്തവർ, പരസ്പരം ആശയവിനിമയം നടത്താത്തവർ, ദൈവത്തിൻ്റെ ആത്മാവിൽ എഴുതി വിരചിതമായ വിശുദ്ധ വേദപുസ്തകമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന സത്യവേദ പുസ്തകം. ആ വേദപുസ്തക പ്രകാരമാണ് ദൈവം ലോകത്തെ ന്യായം വിധിക്കുന്നത്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിന് ഏറ്റവും വലിയ ജനപ്രീതി നേടിക്കൊടുക്കാൻ കാരണമായത്. ലോകത്തിലെ ഏറ്റവും വിറ്റഴിക്കപ്പെട്ടത് വേദപുസ്തകമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ക്വാണ്ടിറ്റി വേദപുസ്തകമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കുന്നതും പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും സത്യവേദ പുസ്തകമാണ്. ഈ പുസ്തകത്തിൻ്റെ മഹത്വം നമുക്ക് പലർക്കും വേണ്ടതുപോലെ അറിയിക്കും. പ്രവചന പുസ്തകങ്ങളൊക്കെ ഞാൻ പണ്ട് ഗ്രഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണെന്നെടുത്ത് മാറ്റി വെച്ചിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ കർത്താവിൻ്റെ മഹാകരുണയാൽ ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുക. ദാനിയേൽ പ്രവചന വെളിപ്പാട് പുസ്തകം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. പഠിച്ചു തീരുമെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. എൻ്റെ പഠനത്തിൻ്റെ വേളയിൽ ഒരുപക്ഷെ ലോകത്തിൽ ഞാൻ മാറ്റും. അല്ലെ, പഠിക്കാൻ കഴിഞ്ഞാൽ പോലും എന്തെങ്കിലും ഇച്ചിരിയൊക്കെ പഠിക്കാൻ കഴിയും, അത്രേ ഉള്ളൂ. ആരും വേദപുസ്തകം പഠിച്ച് പൂർണ്ണരാണെന്നും ആരും വലിയ പ്രാസംഗികന്മാരാണെന്നൊന്നും ആരും അവകാശപ്പെടരുത്, പ്ലീസ്. നമുക്ക് എത്രയോ കാര്യങ്ങൾ ഇനി ഇതിൽ നിന്ന് പഠിക്കാൻ കിടക്കുന്നു. എത്രയോ കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് ഗ്രഹിക്കാൻ കിടക്കുന്നു.